നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ ബാലസമാജം അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച പ്രഭാപദം 2025 എന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് ഏറെ ശ്രദ്ധേയവും അനുഭവവുമായി മാറി. മെയ് 17-18 തീയതികളിൽ ധോണി ലീഡ് കോളേജിൽ നടന്ന ക്യാമ്പ് വേറെ ലെവലാണ് പൊന്നോ എന്നാണ് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ പറഞ്ഞത്. കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ പോലെ കളിയിലൂടെ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഘാടകർ. അതിൽ അവർ 100% വിജയിക്കുകയും ചെയ്തു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കരിയർ ഗൈഡൻസ്, യോഗ, മന്നത്ത് പത്മനാഭനെയും NSSനെയും കുറിച്ചുള്ള പഠനം, DJ, ഫുട്ബോൾ കളി, ഫാം സന്ദർശനം, പേരൻസിനുള്ള ക്ലാസ് എന്നിങ്ങനെ ക്യാമ്പ് അടിപൊളിയായി നടന്നു. കുട്ടികളും രക്ഷിതാക്കളും ഈ പ്രോഗ്രാം ആസ്വദിക്കുക തന്നെ ചെയ്തു. ഇനി ഈ പ്രോഗ്രാമിൻ്റെ ചില ദൃശ്യങ്ങൾ പശ്ചാത്തല സംഗീതമോ മറ്റ് എഫക്റ്റുകളോ ഇല്ലാതെ തന്നെ ലൈവായി നമുക്ക് കാണാം. നമുക്കും അവരോടൊപ്പം പങ്കുചേരാം. ഈ 2 ദിവസം നമ്മൾ ഒരുമിച്ച് ഇവിടെ ചെലവഴിക്കാൻ പോവുകയാണ്. ഒന്നിച്ചൊരു ഗുഡ് മോർണിംഗ് പറയാം. 1 2 3. വെരി ഗുഡ്. ഒന്നുകൂടി ഉണ്ടാതിരിക്കുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? 10 മണി ആയതുകൊണ്ടാണോ? പ്രഭാപദം 2025. ഞാൻ പ്രഭാപദം 2025 എന്ന് പറയും, നിങ്ങൾ അതിന് ജയ് എന്ന് പറയണം. ഓക്കെ ഓക്കെ ആണോ? പ്രഭാപദം 2025 പോരാ, പ്രഭാപദം 2025. അടുത്തത് ഏറ്റവും കൂടുതലായിരിക്കണം. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് സൗണ്ട് കമ്മി തോന്നുന്നു. അങ്ങനെ ഉണ്ടോ? നോക്കാം. പ്രഭാപദം 2025. വെരി ഗുഡ് മക്കളെ. നമ്മളിവിടെ 2 ദിവസം അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടന സെഷനിൽ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇങ്ങനെ ഡള്ളായിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? എല്ലാവരും കഴിച്ചോ? കഴിക്കാത്തവരുണ്ടോ? എന്താ നിങ്ങൾ ഒന്നിനും കൈവക്കാത്ത? കഴിച്ചോ? കൈവക്കിക്കോളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവർ കൈവക്കോ? എല്ലാവരും കഴിച്ചിട്ടുണ്ട്. കഴിക്കാത്തവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അല്ലേ ചായ സ്നാക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ഒരു ശക്തി. എല്ലാവരും ഹാപ്പി അല്ലേ? ആദ്യം തന്നെ എല്ലാവരെയും ഞാൻ ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് 2 ദിവസത്തെ ഒരു ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്യാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പല രീതിയിൽ ആലോചിക്കുകയായിരുന്നു. ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സെഷൻസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ സെഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാവരും എങ്ങനെ പരസ്പരം നിങ്ങൾ കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കൂടെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സെഷൻസും കാര്യങ്ങളുമാണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും എന്താ പറയാ, പോകുമ്പോൾ എല്ലാവരും നിരാശരായി പോകേണ്ടി വരില്ല. സന്തോഷത്തോടെ നിങ്ങളെ ഞങ്ങൾ യാത്രയാക്കുന്നതാണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2 ദിവസം, വളരെ കുറഞ്ഞ സമയമാണെങ്കിലും 2 ദിവസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എൻ്റെ കൂടെ അരവിന്ദ് ഉണ്ട്. അരവിന്ദാണ് 2 സെഷൻ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. ആൾ അടിപൊളിയൊരു ട്രെയിനർ കൂടിയാണ്. അപ്പം ഈ 2 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ, അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ഈ 2 ദിവസത്തെ ക്യാമ്പ് ആസ്വദിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇൻഫോം ചെയ്യുക. എന്ത് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലും പറയാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഒരു ഗ്ലൂമി ആയിരിക്കുന്നത് ഒന്ന് ശരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ റൂംസ് റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പൊ ബാഗ് സൈഡുകളിലേക്ക്, അതായത് ഈ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക ആദ്യം. ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലേ? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയണം. നിങ്ങൾ കൂടി കേട്ടോ. ഹലോ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ 100 പേരുടെ ഒരു പാർട്ടി നടന്നതാണ്. പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ താഴത്ത് കുറച്ച് പോലീസുകാരന്മാരുണ്ട്. പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്
അയ്യോ രാമ എന്നെ കൊല്ലല്ലേ എന്ന് ഒരലർച്ച. പോലീസുകാർ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടി. പക്ഷേ കൊന്നയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു. കൊന്നയാളെ കഴിയുന്ന തോപ്പോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആരും ഇയാളാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ 100 പേരുടെ ഇടയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് പോലീസ് രാമനെ അങ്ങനെയൊന്നും ചോരൊന്നുമില്ലായിരുന്നു. എക്സ്പ്രഷൻ അല്ല, CCTV ഫോട്ടോസ് അല്ല, ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലേ, ഇവിടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഒരാള്. എവിടെ എന്താ ഒരാൾ പറ പോലീസിനോ എങ്ങനെയാണ് വെടിവെച്ച് കൊല്ലുന്നത്? ഓക്കെ, വെടിവെച്ചോ എങ്ങനെയാണ് തോന്നുന്നു. പക്ഷേ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ പറയട്ടെ നിങ്ങൾ പറയില്ലല്ലോ. പറഞ്ഞ ഞാൻ അടുത്ത എൻ്റെ ക്ലാസ്സിന് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അല്ലല്ല, 100 പേരുള്ള ഒരു പാർട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. 100 പേരുള്ള പാർട്ടിയിൽ പോലീസ് കറക്റ്റായിട്ട് രാമനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ രാമൻ ഈ 100 പേരിൽ നിന്ന് വ്യത്യസ്തനാകണ്ടേ? ഈ 100 പേരും പെണ്ണുങ്ങളായിരുന്നു, രാമൻ മാത്രമായിരുന്നു ഏതാണ്? എന്താ ലോജിക്കലല്ലേ? ലോജിക്കലാണോ? ലോജിക്കലല്ലേ? ലോജിക്കലാണ്. നമ്മളെന്താ അങ്ങനെ ചിന്തിക്കാന്? തോക്കൊന്നും കിട്ടിയില്ല. രാമ വ്യത്യസ്തനല്ല, രാമ മാത്രമേ ഒരുപാടാണ്. അയ്യോ രാമ എന്നെ കൊല്ലലെന്നല്ലോ. ഒക്കെ ഉണ്ട്. നമ്മൾ AI ഉപയോഗിക്കാത്തതിനും, അല്ലെങ്കിൽ നമ്മളോട് ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ പറയും നിങ്ങൾ AI ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനും ചില റീസൺസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കരുതാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ChatGPT അല്ലാതെയും പല ടൂളുണ്ട്. അപ്പോൾ ഈ ടൂളിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒരു ടൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആ ടൂൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാൻ മേല. പിന്നെ നമ്മൾ ഫ്രം സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അതേസമയം നമുക്ക് പല ടൂൾ അറിയാമെങ്കിൽ നമ്മൾ ഓരോന്നതിൽ മാത്രമേ ഡിപ്പെൻഡൻ്റ് അല്ല, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചില സമയത്ത് ചില ടൂളുകൾ, ഇൻസ്റ്റാഗ്രാമും അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ ചില സമയത്ത് നിർത്തിപ്പോറുണ്ട്. കുറച്ച് വാട്സപ്പ് ചില സമയത്ത് മെസ്സേജ് അയക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക്. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് വാട്സപ്പ് മാത്രമേ മെസ്സേജ് അയക്കാൻ അറിയുള്ളെങ്കിൽ ടെലിഗ്രാമിനെ പറ്റി കേട്ടിട്ട് പോലില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഓർക്കും നമുക്ക് ഇനി മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കും. സ്കൂളിൽ ടീച്ചർ മെസ്സേജ് അയക്കാമെന്ന് പറയുന്നത് വാട്സപ്പിലാണ്. പക്ഷെ വാട്സപ്പ് പണിമുടക്കിയേക്കാണ് എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ബാക്കപ്പ് പ്ലാനുകൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് റൗണ്ട് ചില ബാക്കപ്പ് ഓപ്ഷൻസ് ആണ്. ChatGPT പോലെയുള്ള ചില AI ടൂളുകൾ നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ഇനിയും പയ്യെ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മുതിർന്ന ക്ലാസ്സുകളിലേക്ക്, പ്രത്യേകിച്ച് ഡിഗ്രി ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കും. അപ്പൊ ഇതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുകൂടി മനസ്സിലാക്കാനുള്ള ഒരു സെഷനാണ്. എത്ര പേരെ മൂക്കിൽ തൊട്ട് ആദ്യം? എത്ര പേര് തൊട്ടു? വിഷണറി ഒരുപാട് പേര് നെറ്റിൽ തന്നെ വെച്ചത്, പക്ഷെ കുറച്ച് പേര് മൂക്കിലാണ് വെച്ചത്. ഇപ്പം നമ്മൾ ഫോക്കസിനെ പറ്റി തന്നെ പറഞ്ഞിരുന്നതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ സംസാരത്തെ ഫോക്കസ് ചെയ്ത് തന്നെ ഇരുന്നു. അതുകൊണ്ട് അവർ ഫോർഹെഡിൽ തന്നെ വെച്ചു. ഞാനിത് ആദ്യം ഈ ആക്ടിവിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഭൂരിഭാഗം പേരും മൂക്കിലായിരിക്കും വെക്കുന്നത്, അല്ലേ? വൈ? നമ്മൾ കാണുന്ന കാര്യത്തിനെ പെട്ടെന്ന് കോപ്പി ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ആർ കോപ്പിയിങ് ബീറ്റ്സ്. അതുകൊണ്ട് ഈ കാണുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് കോപ്പി ചെയ്തെടുക്കും. ദാറ്റ് ഈസ് വൈ. ഓക്കെ, നമുക്കിനി നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു തുടക്കം തൊട്ടേ? യെസ്, 3, 2, 1. ഓക്കെ, കൊള്ളാം അല്ലേ? കൊള്ളാം. നമുക്കിതിൽ ഒച്ച കിട്ടില്ലേ? ബോയ്സിന് പിന്നിൽ ഒച്ച ഉണ്ടോ? ഇല്ലെന്നാ പറയണേ? പറ്റില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം ബോയ്സിൻ്റെ. സി കമോൺ, ഫോർ ബോയ്സ്. ഒന്ന് സൈലൻ്റ് ആണ്, പ്ലീസ്.
ഒന്ന് സൈഡിലാണ്. യെസ്, 3, 2, 1. ആർക്കാ വെച്ച? ബോയ്സ്. ഗേൾസിനാണോ ബോയ്സിനാണോ? ഇത്ര ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ട് ആർക്കാ വെച്ച? ബോയ്സ്. നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ശാന്തമാക്കാൻ ഇങ്ങനെ നമുക്കൊരു ദിവസം കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മനസ്സിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് നമ്മൾ ശരിക്കും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു ടീച്ചർ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ മറ്റുള്ളവരെ ചികിത്സിപ്പിക്കാനാണ്. എല്ലാ ആൾക്കാരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണം. പക്ഷേ അങ്ങനെ നന്നായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന അവസരത്തിൽ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കുറേയും കൂടി ഫോക്കസ്ഡ് ആവും, നമുക്ക് സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മൾ ഹാപ്പി ആയിരിക്കും. ചുറ്റുമുള്ളതൊക്കെ പ്രകൃതി നമ്മളോട് കൂടെ എത്തിച്ചേരും. നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷെ നമ്മളെപ്പോഴാണോ പ്രകൃതിയുടെ പ്രത്യേകത എന്താണ്? പ്രകൃതി വാസ്റ്റാണ് അല്ലേ? ആ വാസ്റ്റ്നെസ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ വാസ്റ്റ്നെസ് ഉള്ളിൽ ഉണ്ടാക്കാനുള്ളൊരു ചെറിയ മെത്തേഡാണ് മെഡിറ്റേഷൻ, ധ്യാനം. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ കുറച്ച് ശീലിപ്പിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകളൊക്കെ കുറഞ്ഞു വരും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരും. ആ സമയത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും. പക്ഷെ നമുക്ക് പ്രശ്നങ്ങളല്ല നമ്മുടെ പ്രശ്നം. പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന ചിന്തകളാണ് നമ്മുടെ പ്രശ്നം. 50 കുട്ടികളും ഷൈൻ ചെയ്യുന്ന കുട്ടികളായിരിക്കുമോ? ഇല്ല. അതിൽ 1-2 പേര് ലീഡർ പോസ്റ്റിലേക്ക് വരും. അവർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ ക്ലാസ് കഴിഞ്ഞ് നോക്കിയാൽ കാണാൻ പറ്റും, അവർ പല തലങ്ങളിലും മാറി പോയിട്ടുണ്ടാവും. ഈ ഒന്നും പറയാതെ, ഒന്നും അഭിപ്രായം ഇല്ലാതെ ഇരിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ആ എല്ലാ കരിയറിലും, അവരുടെ ലൈഫിലും, അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും അവരൊക്കെ ഭയങ്കര വീക്കായി മാറും. അപ്പോൾ അടിച്ച് കയറി വരണമെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ റെഡിയായിട്ട് അപ്പോൾ അഭിപ്രായം പറയണം. എന്ത് തെറ്റായാലും ഇപ്പോൾ ആരും നിങ്ങൾക്ക് മാർക്കൊന്നും തരാൻ പോകുന്നില്ല, A+ ഒന്നും തരാൻ പോകുന്നില്ല. ഇതിലാരും തരാൻ പോകുന്നുണ്ടോ? A+ തരാനൊന്നും പോകുന്നില്ലല്ലോ. ആകെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരമല്ലേ? അവസരം കിട്ടുമ്പോൾ സമയം കിട്ടിയ സന്ദർഭത്തിൽ അപ്പോൾ നാല് അഭിപ്രായം പറഞ്ഞോളൂ. അത് യോഗയെ പറ്റിയിട്ടും മെഡിറ്റേഷൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏറ്റവും വലിയ ഇതാണ് മനസ്സ്. അതിന് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും മെഡിറ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊക്കെ പറഞ്ഞു സാറിന് വളരെ താങ്ക്സ്. പിന്നെ നമ്മുടെ മനസ്സാണ് നമ്മുടെ ചുറ്റുപാട് നിശ്ചയിക്കുന്നത്. അതേപോലെ തന്നെ മനസ്സാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അത് മനസ്സിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ കുറേ അറിയാത്ത കാര്യങ്ങൾ സാറിന് അറിയാൻ പറ്റി. എത്ര തിരക്കുണ്ടായാലും ഞങ്ങൾക്ക് വേണ്ടി സമയം സാറിന് താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ കാമായിട്ടിരിക്കാൻ ഇവന് 5 മിനിറ്റ് മെഡിറ്റേറ്റ് ഇരിക്കാൻ അങ്ങനെ ഉറങ്ങി, അങ്ങനെ കണ്ണടച്ച് അങ്ങനെ ഇരുന്നു പോയി. നന്നായിരുന്നു. താങ്ക് യു. സൂപ്പർ ക്ലാസ് ആയിരുന്നു. നന്നായി മനസ്സിലായി മെഡിറ്റേഷനെ പറ്റിയിട്ടും എല്ലാത്തിനും പറ്റി. താങ്ക് യു. ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. വെരി ഗുഡ്. ഒരു ഭയങ്കര കയ്യിൽ 7 മണി എന്ന് പറഞ്ഞിട്ട് 6:45 തന്നെ ഈ സെക്ഷൻ എടുക്കാനായിട്ട് പ്രജോത് സാർ എത്തി. 150 രാജ്യങ്ങളിൽ ശൃംഖലയുള്ള ആർട്ട് ഓഫ് ലിവിംഗ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം. തീർച്ചയായും യോഗയും യോഗയുടെ ചെറിയ ബാലപാഠങ്ങൾ, മുഴുവനൊന്നായിട്ടില്ല, ചെറിയ ബാലപാഠങ്ങളും മെഡിറ്റേഷനും സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഇനിയും നമ്മൾ അടുത്ത സെക്ഷനുകൾ നിങ്ങൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. 2-3 കൊല്ലത്തേക്ക് നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും ഇനിയും ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇതനുസരിച്ച് സംഘടിപ്പിക്കാം. അത് ലീഡ് കോളേജിലായിരിക്കില്ല, ഈ സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ ഇനി നാളുകൾ കിട്ടണമെന്നില്ല.
പക്ഷേ എങ്കിലും എഫക്റ്റീവ് സ്പീക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടീമിനെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. കൃത്യമായ മോണിറ്ററിങ് ഉണ്ടാകും അതിൽ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഉണ്ടാകണം. എന്തായാലും നമ്മുടെ ക്ലാസ് എടുക്കാൻ വന്ന പ്രജോത് സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അവരോട് നിൽക്കുള്ളൂ കേട്ടോ. വണ്ടി അവരോട് ഇവിടെ നിൽക്കുള്ളൂ. വണ്ടി വന്ന് ഇവിടെ നമുക്ക് പോകും. ഓക്കെ. അവർക്ക് നിൽക്കേണ്ട അവസരം ഈ ലൈറ്റ് ആകുമ്പോൾ ഒരു ഐഡിയയിൽ അങ്ങോട്ട് എടുക്കണത്. ഇതൊക്കെ നമ്മുടെ കൃഷ്ണകുമാർ സാറിന് കൊടുക്കും. നമ്മുടെ ഗ്രൂപ്പിലിടെ ഇതൊക്കെ അവർ ചെയ്യും. ഇന്നലെ യൂട്യൂബിലുണ്ടായിരുന്നു ഇന്നലത്തെ കുറച്ച്. ജോച്ച നാട്ടുവിശേഷങ്ങൾ.
അധികം നീട്ടില്ല തോന്നുന്നുണ്ട്. മറ്റൊരു വന്ന് അത്രയും കൂടി എത്തില്ല. ലെഫ്റ്റ് പൊക്കിക്കളി, ലെഫ്റ്റ് പൊക്കിക്കളി. എടുത്ത് എപ്പോൾ വീട് നോക്കിയാൽ മതി. എപ്പോൾ വീട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ടീച്ചർ കാറിൽ കയറിയാൽ ഞാൻ പിടിച്ചിറക്കും വിചാരിച്ചിട്ട് തന്നെ ഒന്ന്. അതെ.
അത് നിങ്ങൾ അംഗീകരിച്ചു. അപ്പൊ എല്ലാ പിള്ളേർക്കും ഒരേ കഴിവാണല്ലോ. ടോട്ടൽ എല്ലാ പിള്ളേർക്കും ഒരേ കഴിവാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വരയ്ക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മൊത്തത്തിലുള്ള കഴിവ് എല്ലാവർക്കും ഒന്നാണ്. ഉറപ്പായ ഇനി പിള്ളേര് ജനിച്ച് വളർന്ന് എത്ര മാസത്തിലാ പിള്ളേര് ഏഴയ്യ നേരത്തെ ഏഴയ്യ 6 മാസം ഏഴയ്യ അല്ലേ? നിങ്ങൾ ചെയ്തെന്ന് അറിയില്ല. മിക്ക വീടുകളിലും ഒരു ഉള്ളില് ഈ വീടിന്റെ ഉള്ളിൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മിക്ക വീട്ടിലും ചെയ്യുന്ന ആദ്യത്തെ ഒരു പ്രോസസ് ഉണ്ട്. കുട്ടി എഴുതാൻ തുടങ്ങുന്നു എന്തായിരിക്കും? ഒരു ബാരിക്കേഡ് വെക്കും ഇല്ലേ? മിക്കതും സോഫയോ കസാരയോ അല്ലെങ്കിൽ മിക്ക ചില വീടുകളിലുണ്ട് ഉള്ളിലത്തെ സ്റ്റെപ്പ് ഓടിക്കാൻ വകുപ്പില്ല. അവിടെ നിന്ന് ഇവിടം വരെ നടന്നോളാനാണ് ഉത്തരവ്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. അവർക്ക് ഒരു ഡിസൈൻസി ഏറ്റവും വളരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും ഒരു ഏജൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഒരു അവസരമൊക്കെ കൊടുക്കണം ഒന്ന് ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഈ വണ്ടി ഓടിച്ച് വരുന്നവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ആരൊക്കെ തന്നെ ഒന്ന് ഓട്ടം നോക്കി അല്ലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയാനാണ്. എന്നാ പിന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ മക്കളെങ്കിലും കണ്ടാൽ മനസ്സിലാക്കാൻ തന്നെ ആ ഫീഡ്ബാക്ക് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറപ്പ്. ഇനി ഈ ക്യാമ്പിന് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ നേരം വരെ സത്യം പറഞ്ഞാൽ ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് സമയം മാത്രം ലിഷറും ബാക്കി സമയം കളിക്കാനും ചിന്തിക്കാനും പഠിക്കാനുമുള്ള ഒരു അതിമനോഹരമായ സെഷൻസാണ് നമ്മൾ ഇന്നലെ മുതൽ ഇന്ന് വരെ കടന്നുപോയത്. അപ്പോൾ നമ്മുടെ മക്കൾ തന്നെ ബാബു എന്തൊക്കെ സെഷനിലൂടെയാണ് അവർ കടന്നുപോയത്, എങ്ങനെയാണ് അവർക്കത് എഫക്റ്റീവായി തീർന്നത്, അവരതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ളത് നമ്മുടെ പാരൻസ് അറിയാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് അവർ വീണ്ടും പറഞ്ഞിരുമെങ്കിലും ഒരു 2 വാക്കിലൂടെ അവരെ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അതിന് ഞങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത കുറച്ച് പേരെ ഒന്ന് ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് വിളിക്കുകയാണ്. പേര് വിളിക്കുമ്പോൾ അവർ വരിക. എന്താണോ അവർക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ് നമ്മൾ പറയും. അവർ 2 വാക്ക് ഇവിടെ ഒന്ന് സംസാരിക്കും. ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ കല്യാണി. ഈ ക്യാമ്പ് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ AI ക്ലാസ് എടുക്കാൻ വന്ന ജെപ്പിൻ സർ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ആ ക്ലാസ് കൊണ്ട് ഉണ്ടായത്. ഞങ്ങൾക്ക് കുറേ നോളേജ് ഉണ്ടായി. എങ്ങനെയൊക്കെയാണ് AI ടൂൾസ് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് മേക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും വളരെ നല്ല നന്ദിയുണ്ട്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് AI കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അതുകൊണ്ട് താങ്ക് യു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് 2 വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കരിയർ ക്ലാസ് വളരെ നന്നായിരുന്നു. ഷാഫ് സാറാണ് അത് എടുത്തു തന്നത്. ജോബുകളെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും സാറ് പറഞ്ഞു തന്നു. ടോപ്പ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചും ഇന്ത്യയിലെ ടോപ്പും അതേപോലെ ഏഷ്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. ഈ പ്രോഗ്രാം നടത്തി തന്ന NSSനോട് വളരെയധികം നന്ദി പറയും. വലിയ പാഠം കരോഗത്തെ ഞാൻ നന്ദി പറയുന്നു. ഹലോ. ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇതാണ് ഭക്ഷണം. ഇന്നലെ തന്ന ചിക്കനും പിന്നെ ബിരിയാണിയും പിന്നെ ചായയും കടിയും ഇന്നത്തെ പൂരിയും സാമ്പാറും ചോറൊക്കെ നന്നായിരുന്നു. ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം തന്ന ലീഡ് കോളേജിനും പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്ന NSS താലൂക്കിനും എൻ്റെ വക നന്ദി. താങ്ക് യു ഹർഷിനി.
പക്ഷെ ക്യാമ്പിന് വരുന്നതിന് മുൻപ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ, ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത് DJ ഉണ്ടായിരിക്കും എന്ന് അറിയാൻ. കാരണം ബാക്കിയുള്ള പരിപാടിക്കൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. DJക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാമ്പിന് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ച് ഫുള്ള് ക്ഷീണിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫുഡ് കഴിച്ചു. അടുത്തത് DJ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പണിയില്ല, ഒന്നും കളിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. DJ തുടങ്ങാൻ സമയം എടുത്തു. 10 മണിയായി. ആക്ച്വലി 9 മണിക്ക് തുടങ്ങേണ്ട DJ ആയിരുന്നു. അപ്പൊ അത് ലേറ്റ് ആയിരുന്നു. എന്നാലും തുടങ്ങിയപ്പോ സാധനം അടിപൊളിയായി. എല്ലാവരും ഭയങ്കര കളി, പ്രായഭേദമന്യേ. എന്റെ കൂടെ സാർമാരും ടീച്ചർമാരും എല്ലാവരും കളി. എല്ലാവരും ആക്ച്വലി കളി പിടിച്ച പോലെയാണ് കളിച്ചത്. എല്ലാവരും പ്രായഭേദമന്യേ എൻജോയ് ചെയ്ത ഒരേ ഒരു കാര്യം DJ ആയിരുന്നു. DJനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. കാരണം അത്ര അടിപൊളി പരിപാടിയായിരുന്നു. ലൈറ്റും സൗണ്ടും എഫക്ട്സ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു DJ ഒരുക്കി തന്ന ബീഡ് കോളേജിനും താലൂക്ക് യൂണിയനും ഞാൻ എൻ്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോ ബാലസമാജം അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. ഒരു ദിവസം അവസാനിക്കുന്നത് ആ DJ കൊണ്ടാണ് നമ്മുടെ ഇന്നലത്തെ രാത്രി അവസാനിച്ചത്. എൻ്റെ പേര് മാളവിക, ഞാൻ വലിയപാടം കരകത്തുനിന്നാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് ഞങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രജോത് സാറാണ് എടുത്തത്. മെഡിറ്റേഷൻ്റെയും പ്രാണായാമയുടെയും യോഗനെയൊക്കെ പറ്റി കുറേ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നാഡീശോധന പ്രാണായാമം ചെയ്യിപ്പിച്ചു, മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ചു. മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കാമായി. എല്ലാവരും കാമായിട്ടാണ് റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നത്. ഇവിടെ വന്ന് പിന്നെ ഫാമിലിസ്റ്റൊക്കെ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. ക്യാമ്പും നല്ല ക്യാമ്പായിരുന്നു. താങ്ക് യു. ഈ ക്യാമ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ അടുത്തൊരു 3 കിലോമീറ്റർ അപ്പുറമുള്ള പേരൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ കരിയറിനെ കുറിച്ച് ഒരു ഇന്നലെ ഒരു കരിയർ ഗൈഡൻസിന്റെ പ്രോഗ്രാം ഉണ്ടാകുമെന്ന് പറഞ്ഞു. 10 വർഷം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അപ്പോഴാണ് ജോലിക്ക് പോവുക. 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്, എന്താണെന്ന് ആവശ്യം എന്നുള്ളത് ടീച്ചർമാർക്കോ കോളേജുകാർക്കോ സ്കൂളുകാർക്കോ നടത്തുന്നവർക്കോ ആർക്കും ഒരു വിവരമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ പഠിക്കണേ? നിങ്ങൾ ഒരൊറ്റ കാര്യം പഠിക്കുക, ലേൺ ടു ലേൺ. പഠിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും എനിക്ക് പഠിക്കാൻ പറ്റുന്നു എന്നൊരു സ്റ്റാൻഡിലേക്ക് എടുക്കുക. എന്തെന്ന് പറഞ്ഞാൽ എന്തും. ഇത് ഒരെണ്ണം ഇവിടെ വലിയവർക്കറിയാം. അംബാസിഡർ ഓടിക്കാൻ പഠിച്ചാൽ ജീപ്പ് ഓടിക്കും, എന്ത് വേണമെങ്കിൽ മാറി ഓടിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഞങ്ങൾക്കൊരു കരിയറിനാണ് നമ്മുടെ ഷെഫ് ഉള്ളത്. 3-4 പേരുണ്ട്. പക്ഷെ പുള്ളിക്ക് കുറെ അറിയാം. വേറെ എന്തെങ്കിലും ചോദിച്ചാലും പുള്ളി അതേപോലെ ഉണ്ടാക്കി തരും. കുറെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളത്. ഒന്നും അറിയാത്ത ആൾക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അത് മാക്സിമം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ വേറെ എന്ത് കിട്ടിയാലും പഠിക്കാൻ പറ്റണം എന്നുള്ളത് മാത്രം. യോഗം ഭാരവാഹികള്, പ്രിയപ്പെട്ട രക്ഷാകർത്താക്കള്, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെ രാവിലെ മുതൽ ഇന്നിനി ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ക്യാമ്പ് പ്രഭാപതം. ഈ ക്യാമ്പ് നടത്തുവാൻ 2 ദിവസത്തെ ഈ സഹവാസ ക്യാമ്പ്, അല്ലെങ്കിൽ 2 ദിവസത്തെ അല്ല, ഞങ്ങൾ സത്യം പറഞ്ഞാൽ തീരുമാനിച്ചത് 1 ദിവസത്തെ ക്യാമ്പായിട്ടായിരുന്നു. 1 ദിവസത്തെ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഏകദേശം ഒരു 70 കുട്ടികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് പിന്നീട് 2 ദിവസത്തെ ക്യാമ്പായി മാറി. കാരണം ഇതുപോലെ മനോഹരമായ ഒരു ക്യാമ്പസ് നമുക്ക് ലഭിക്കുമെന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ താലൂക്ക് യൂണിയന്റെ ഭരണസമിതി അംഗം ശ്രീ ബാബു സുരേഷാണ് അതിന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത്. ഇന്നലെ അദ്ദേഹത്തെ
നന്ദി പറഞ്ഞില്ല എന്ന് പറഞ്ഞു എങ്കിൽ ഇന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ ക്യാമ്പസ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ 2 ദിവസത്തെ ക്യാമ്പായി നമ്മൾ തീരുമാനിക്കുകയും അതിലൊരു 80-70 പേരെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ വന്നപ്പോൾ 102 കുട്ടികളുടെ രജിസ്ട്രേഷൻ ലഭിച്ചു. ക്യാമ്പിൽ ഇന്നലെ പങ്കെടുത്തത് ഏകദേശം 84 കുട്ടികളാണ് ക്യാമ്പിൽ 2 ദിവസമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതന്ന 2 ദിവസം ഞങ്ങളുടെ കൂടെ നിർത്തി ഒരു കേടുപാടും സംഭവിക്കാതെ കുറേ അറിവുകൾ മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു. ഇനിയും അടുത്ത കൊല്ലം ഇതുപോലെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായിട്ടും അയക്കണം. അത് ഞാൻ ഇന്നലെ പറയുമ്പോൾ ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് അവർ കുറച്ച് NSSന്റെ ഭാഗമായി തീരട്ടെ, NSSന്റെ ഒരു ആക്റ്റീവ് വർക്കേഴ്സായി മാറട്ടെ, അവർക്ക് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങൾ നേർന്നു. ഇപ്രാവശ്യം +2 പരീക്ഷയിൽ എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം കിട്ടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ റെഡി പോലെ